രണ്ടാമത്തെ കുട്ടി എപ്പോൾ എന്നുള്ള ഒരു ചോദ്യം വരില്ലേ? ആദ്യത്തെ കുട്ടി ഉണ്ടായി 1 വയസ്സിനുള്ളിൽ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നത് നല്ലതാണോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ? അതോ ഒരു 4-5 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കുമോ നല്ലതാവേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. പ്രഗ്നൻസി, ബർത്തിങ് എന്നൊക്കെ പറയുന്നത് സ്ത്രീക്ക് ഒരുപാട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹോർമോണൽ, ഹീമോഡൈനാമിക്കലി. പിന്നെ അവരൊരു ബോഡി ഒന്ന് നോർമലൈസ് ചെയ്ത് ഒരു നോർമൽ റുട്ടീനിലോട്ട് എത്താൻ ആവറേജ് 1.5-2 വർഷം എടുക്കും. അപ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്പേസിങ് നമ്മൾ മെഡിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 2 വർഷത്തെ സ്പേസിങ് എന്നാണ്. പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാര്യം അറ്റൈൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നതിനുള്ള കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഡ്രിങ്കിങ് ഉണ്ടാവും, സ്മോക്കിംഗ് ഉണ്ടാവും, അങ്ങനെ ഡോക്ടർ കണ്ടിട്ടുള്ള കോമൺ കോസുകൾ എന്തൊക്കെയായിരിക്കും? ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, റെഗുലറായിട്ട് പുറത്തുനിന്ന് ജങ്ക് ഫുഡ്, രണ്ടുപേരും ഓക്യുപ്പൈഡ് ആണ്, ജോബ്ഡ് ആണ്. ഇപ്പോൾ ഒരു ഡെയിലി ആയിട്ടുള്ള ഒരു ബോഡി വർക്കൗട്ട്, കാലറി ഡെഫിസിറ്റ്, കാലറി കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ്, വെജ് ഓർ സാലഡ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ പറയും. ഇതൊക്കെ റെഗുലറായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാത്തവർ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക് വർക്ക് കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ നിലയ്ക്ക് കുറവാണ്. കൂടുതലും IT കപ്പിൾസ് അവർ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആണ് വർക്കിൽ. അവർക്ക് അതിനല്ലാത്തൊരു ടൈം യൂഷ്വലി കിട്ടാറില്ല. സ്ട്രെസ്സ് പലപ്പോഴും അത് ഈ ജോബ് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, പേഴ്സണൽ, പിന്നെ ഈ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളതും ഒരു സ്ട്രെസ്സിലോട്ട് ആഡ് ചെയ്യുക. ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറണം.